ഹലോ എവരി വൺ. 1 to 1 1 വീക്ക് 1 മൂവി സെഗ്മെൻറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇറ്റ്സ് റിബിൻ സ്റ്റോക്സ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മൂവി ഉന്മാദമാണ്. അത് ജസ്റ്റ് സിനിമ കണ്ടിറങ്ങിയിട്ട് വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതിന് മുന്നേ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു, നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. വി നീഡ് അവർ സപ്പോർട്ട്. എല്ലാ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായിട്ട് നമ്മുടെ വീഡിയോൻ്റെ താഴെ, ഓഫ് കോഴ്സ് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ്, യു ആർ വെൽക്കം. കമൻറ്റുകൾ, അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഇനിയിപ്പോൾ സിനിമയിലേക്ക് വന്നാൽ ഉന്മാദം. ഷാഹി കബീറാണ് ഈ സിനിമയുടെ തിരക്കഥാകൃത്ത്. അതുപോലെ കുഞ്ചാക്കോ ബോബൻ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നു. ഇത് തന്നെയായിരുന്നു ഈ സിനിമയുടെ ഏറ്റവും എക്സൈറ്റ്മെൻ്റ് കാര്യം. ഇവരുടെ ഈ കോംബോയിൻ്റെ തൊട്ടു മുന്നത്തെ സിനിമ ഓഫീസർ ഓൺ ഡ്യൂട്ടി ബോക്സ് ഓഫീസിൽ ഭയങ്കര ഹിറ്റായ സിനിമയാണ്. അതിനുശേഷം അവർ ഒന്നിക്കുന്ന സിനിമ എന്നുള്ളതായിരുന്നു ഉന്മാദത്തിൻ്റെ ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഘടകം. സിനിമയിലേക്ക് വന്നാൽ ഷാഹി കബീറിൻ്റെ മുൻ സിനിമകളെപ്പോലെ തന്നെ ഒരു പോലീസ് പ്രൊസീജിയറൽ ക്രൈം സിനിമയാണ്. പക്ഷേ അതിൻ്റെ കൂടെ ചെറിയ 1-2 സ്ഥലത്ത് ഇതിനൊരു റോണർ ഷിഫ്റ്റ് സിനിമയ്ക്കകത്ത് നടക്കുന്നുണ്ട്. അതിനെക്കുറിച്ച് കൂടുതൽ പറയുന്നില്ല, നിങ്ങൾ തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യുക. സിനിമ എന്ന് പറയുന്നത് ഷെല്ലി എന്ന് പറയുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ഷെല്ലി എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ്റെ അദ്ദേഹം ഒരു സിനിമയ്ക്ക് തിരക്കഥ എഴുതണം എന്ന അടങ്ങാത്ത ആഗ്രഹവുമായിട്ട് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ കഥയാണ് സിനിമ പറയുന്നത്. ആ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ പ്രൊഫഷണൽ ലൈഫിൽ വരുന്ന ഒരു കേസും അതിനെ ചുറ്റിപ്പറ്റിയിട്ടുമാണ് സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ സിനിമയുടെ ഏറ്റവും പ്ലസ് എന്താണെന്ന് വെച്ചാൽ 2 കാര്യങ്ങൾ പ്രത്യേകം പറയേണ്ടത്. ഒന്ന്, ചാക്കോച്ചൻ്റെ പ്രകടനമാണ്. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ മികച്ച സിനിമകൾ അല്ലെങ്കിൽ പ്രകടനം കൊണ്ട് മികച്ചതാണ് എന്ന് അഭിപ്രായപ്പെടാൻ സാധ്യതയുള്ള ഒരു സിനിമയായിട്ട് ഉന്മാദം എന്തായാലും മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒരു 3 ലെയറായിട്ടുള്ള ഒരു കഥാപാത്രമാണ് ഈ ഷെല്ലി എന്ന് പറയുന്നത്. ഒന്ന്, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ, എന്നാൽ പ്രൊഫഷണലി അത്ര അങ്ങനെ ഇപ്പോൾ നമ്മൾ കണ്ടുപരിചയിച്ചിട്ടുള്ള ഭയങ്കര ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു ആളുകളെ 10-15 ഗുണ്ടുകൾ ഇടിക്കുന്ന ആ ടൈപ്പ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനല്ല ഇദ്ദേഹം. പ്രൊഫഷണലി ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ സീനിയേഴ്സിൻ്റെ കയ്യിൽ നിന്ന് കെയർലെസ്നെസ് കൊണ്ടും മറ്റു പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയുള്ള ചീത്ത കേൾക്കുന്ന അങ്ങനെ ഒക്കെയുള്ള ഒരു മിഡ് ക്ലാസ് പോലീസ് ഉദ്യോഗസ്ഥനാണ് ഇദ്ദേഹം, ആ കഥാപാത്രം. അതോടൊപ്പം തന്നെ ഒരു കുടുംബനാഥനാണ്. ഈ പ്രൊഫഷണൽ ലൈഫിലെ പ്രശ്നങ്ങൾ കൊണ്ട് തന്നെ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്ന ഒരു കുടുംബനാഥൻ. അതോടൊപ്പം ഒരു 3-ാമത്തെ ലെയർ എന്ന് പറയുന്നത് ഒരു ഇത്തിരി മാനസികമായി കഥാപാത്രം ചില ഘട്ടങ്ങളിൽ മാനസികമായി ചില പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട്. ഈ 3 ഏരിയകളും ഒറ്റ ക്യാരക്ടറിൽ ഗംഭീരമായിട്ട്, ഇപ്പോൾ സിനിമക്കാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ആ മീറ്റർ കറക്റ്റ് പിടിച്ചിട്ട് ഗംഭീരമായിട്ട് ചാക്കോച്ചൻ പെർഫോം ചെയ്തിട്ടുണ്ട്. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ ഹൈലൈറ്റുകളുള്ള ഒന്ന് എന്ന് ഞാൻ പറയും. രണ്ടാമത്തത് ഷാഹി കബീറിൻ്റെ, നമുക്കറിയാം നേരത്തെ ജോസഫ്, നായാട്ട്, ഓഫീസർ ഓൺ ഡ്യൂട്ടി പോലെയുള്ള സിനിമകൾ എഴുതിയ, ഇലവിഴ പുഞ്ചിറ, റോന്ത്, അങ്ങനെ 2 സിനിമകൾ സംവിധാനം ചെയ്ത എല്ലാം പോലീസ് കഥകളാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ മുൻ പോലീസ് കഥകളിൽ നിന്നും ഈ ഉന്മാദം എന്ന് പറയുന്ന സിനിമയെ, അല്ലെങ്കിൽ ഈ സിനിമയെ വ്യത്യസ്തമാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഒരു റോണർ ഷിഫ്റ്റ് ഉണ്ട്. അത് ഒരു ഇത്തിരി സൈക്കോളജിക്കൽ ഹൊറർ സംഭവങ്ങൾ അദ്ദേഹം ഈ സിനിമയ്ക്കകത്ത് കൊണ്ടുവരുന്നുണ്ട്. കൂടുതൽ സ്പോയിലർ ആവും എന്നുള്ളത് കൊണ്ട് ഞാനത് പറയുന്നില്ല. അത് നിങ്ങൾ തിയേറ്ററിൽ തന്നെ എൻജോയ് ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ കിരൺദാസ് ആണ് സിനിമ, അദ്ദേഹത്തിൻ്റെ ഡയറക്ടോറിയൽ ഡെബ്യൂ ആണ് ഈ സിനിമ. കിരൺദാസ് എഡിറ്ററായിരുന്നു. നേരത്തെ ജോജി, തൊണ്ണിമുതലും ദൃക്സാക്ഷിയും ഒക്കെ പോലെയുള്ള ദിലീഷ് പോത്തൻ സിനിമകൾ, ഷാഹി കബീർ എഴുതിയ ജോസഫ്, നായാട്ട്, അതുപോലെ ഉള്ള സിനിമകളൊക്കെ, പട എന്നൊക്കെ പറയുന്ന സിനിമകൾ എഡിറ്റ് ചെയ്ത് അദ്ദേഹം മലയാളത്തിൽ തന്നെ ഒരു വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള എഡിറ്ററാണ്. ദേശീയ ലെവലിൽ വരെ അദ്ദേഹം പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ ഈ എഡിറ്റർ ഒരു ഡയറക്ടർ കോംബോ എന്ന് പറഞ്ഞാൽ നേരത്തെയും ഒരു എന്താ പറയുക, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തോട്ടാണ്. ഇപ്പോൾ മഹേഷ് നാരായണൻ, അദ്ദേഹം ഒരു എഡിറ്ററായിരുന്നു ആദ്യം. ഇപ്പോൾ അറിയിപ്പ് അല്ലെങ്കിൽ സി യു സൂൺ, പാട്രിയോട്ട്, മാലിക്കൊക്കെ ചെയ്തത്.
അപ്പോൾ പൊതുവിൽ അങ്ങനെ ഈ എഡിറ്റർ ഡയറക്ടർമാരാകുമ്പോൾ ഗംഭീര സിനിമകൾ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഡേവിഡ് ലീൻ എന്ന് പറയുന്ന ഒരു ഡയറക്ടർ അതിൻ്റെ ക്ലാസിക് എക്സാമ്പിളാണ്. ലോറൻസ് ഓഫ് അറേബ്യ, എ പാസേജ് ടു ഇന്ത്യ ഒക്കെ ചെയ്ത്. അപ്പോൾ അതിനെപ്പറ്റി പറയുന്ന രസകരമായ ഒരു സംഗതി എന്ന് വെച്ചാൽ, ഒരു എഡിറ്റർ ഒരു കഥ കൺസീവ് ചെയ്യുന്ന സമയത്ത് പുള്ളി അതൊരു എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് ആണ് ഡയറക്റ്റ് അത് സിനിമ പിച്ച് ചെയ്യുക എന്നിങ്ങനെ പറയുന്നേക്കാം. അതായത് ഒറ്റ ഫ്രെയിം പോലും വേസ്റ്റ് ആവില്ല എന്ന് തമാശയ്ക്ക് ഇങ്ങനെ പറയുന്നത് കേൾക്കാം. അപ്പോൾ കിരൺദാസാണ് സിനിമ, അദ്ദേഹത്തിൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ ഒരു ആദ്യ സിനിമയാണെന്ന് നാം പറയാത്ത രീതിയിൽ സിനിമ എടുത്തു വെച്ചിട്ടുണ്ട്. അതും പറയുന്ന പോലെ പുള്ളിക്ക് ഒരു പരിധിവരെ എനിക്ക് തോന്നുന്നു ഗുണകരമായിട്ടുണ്ടാവും. നേരത്തെയും ഇത്തരം ജോണറുള്ള സിനിമകളിൽ ഇപ്പോൾ ജോസഫ് ഒക്കെ ഇത്തരം ജോണർ, ഇപ്പോൾ ഇത് ക്രൈം ത്രില്ലർ അത്തരം ജോണറുകളിൽ വർക്ക് ചെയ്തിട്ടുള്ളത് കൂടുതൽ ഈ ജോലി എളുപ്പമാക്കാൻ അല്ലെങ്കിൽ എളുപ്പമാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയിൽ ഒരു ലിജോ മോള്, സാബുമോൻ, സുധീഷ് ഒക്കെ അങ്ങനെ അടങ്ങുന്ന ഒരു വലിയ ഒരു സിദ്ദീഖ് ഒക്കെയുള്ള ഒരു വലിയ താരനിരയുണ്ട്. എല്ലാ ക്യാരക്ടർ പ്രധാനമായിട്ടും സിനിമ മുന്നോട്ട് പോകുന്നത് നേരത്തെ പറഞ്ഞ ഷെല്ലി എന്ന് പറയുന്ന ചാക്കോച്ചൻ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു ഇതിലാണ്. അപ്പോൾ ഷാഹിദിനകത്ത് മുൻ സിനിമകളിലെ ഇപ്പോൾ ഷാഹിയുടെ സ്ക്രീൻ പ്ലേയെ പറ്റി പറയുമ്പോൾ മുൻകാലങ്ങളിലുള്ള സിനിമകളുണ്ട് നിന്ന് തീർത്തും വേറിട്ട് നടക്കാൻ പൂർണ്ണമായിട്ടും ശ്രമിച്ചിട്ടില്ലെങ്കിലും ഓരോ സിനിമയിലും ഇപ്പോൾ ഓഫീസർ ഓൺ ഡ്യൂട്ടിയിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ഒരു അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനസിക നിലയോ മറ്റോ അല്ല റോന്തിൽ നമ്മൾ കണ്ടത്, അല്ലെങ്കിൽ ഇലവിഴാപുഞ്ചിറയിൽ നിന്നും വളരെ ഡിഫറൻ്റ് ആയിട്ടാണ് നായാട്ടിൽ പോലീസ് അറിയുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു പുതിയ പോലീസ് സ്ഥലമാണ്, പുതിയ പോലീസ് ഉദ്യോഗസ്ഥരാണ്, പുതിയൊരു പോലീസ് കഥയാണ്. അപ്പോൾ അതിലേക്ക് ജോണറിൻ്റെ കാര്യത്തിൽ പറയുമ്പോൾ പോലീസ് പ്രൊസീജിയറൽ ഡ്രാമയോ അല്ലെങ്കിൽ ക്രൈം ഇൻവെസ്റ്റിഗേഷനോ മാത്രമല്ല, അതിനകത്ത് നേരത്തെ പറഞ്ഞ ഹൊറർ, ഒരിത്തിരി സൈക്കോളജിക്കൽ സംഭവങ്ങളൊക്കെ പുള്ളി വളരെ ഒട്ടും മുഷിപ്പിക്കാത്ത വിധം ബ്ലെൻഡ് ചെയ്ത് ചേർക്കുന്നുണ്ട്. 2 മണിക്കൂർ 20 മിനിറ്റാണ് സിനിമയുടെ ലെങ്ത് എന്ന് പറയുന്നത്. എക്കോ അതുപോലെ കളങ്കാവലൊക്കെ ചെയ്ത മുജീബ് മജീദാണ് സിനിമയുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ 2 പാട്ടുകളാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ഈ മുജീബ് മജീദ് നേരത്തെ ഓൾറെഡി പ്രൂവൺ ആയതുകൊണ്ട് പുള്ളി ഒരിക്കൽ കൂടി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, നമ്മുടെ സിനിമയുടെ മൂഡിന് പറ്റുന്ന പോലെ മ്യൂസിക് ബ്ലെൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വർക്ക് ഓൾമോസ്റ്റ് വലിയ അഭിനന്ദനം അറിയിക്കുന്നുണ്ട്. കാരണം സിനിമയുടെ പല മൊമെൻറ്റുകളിലും, എസ്പെഷ്യലി ഇൻ്റർവെൽ ബ്ലോക്കും അത് കഴിഞ്ഞിട്ടൊരു കോർട്ട് സീനുണ്ട്, ഒരു കോടതി രംഗം, അങ്ങനെയൊക്കെയുള്ള വളരെ ക്രൂഷ്യലായിട്ടുള്ള രംഗങ്ങളിലൊക്കെ പുള്ളിയുടെ സംഗീത വിഭാഗം അതിൻ്റെ ഏറ്റവും ബ്രില്യൻ്റ് ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈ മൊമെൻറ്റുകളൊക്കെ കുറേ കൂടി നമ്മളെ ഒരു എഡ്ജ് എന്താ പറയുക, സിറ്റിംഗ് നിയർ ദ എഡ്ജ് എന്ന് പറയുന്ന സാധനം പുള്ളി കറക്റ്റായിട്ട് പിച്ച് ചെയ്തിട്ടുണ്ട്. ഈ ഓവറോൾ ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും അതിന് സിനിമയ്ക്ക് ഗുണകരമായിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. നേരത്തെ പറഞ്ഞപ്പോൾ ഈ ഷാഹി കബീർ, കിരൺദാസ് നേരത്തെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവർ ജോസഫ്, നായാട്ട് പോലെയുള്ള സിനിമകളിൽ, അപ്പോൾ അവരുടെ ആ കെമിസ്ട്രി സിനിമക്കകത്ത് കാണാനുണ്ട്. സ്റ്റോറി നരേറ്റ് ചെയ്തിരിക്കുന്ന രീതി ഭയങ്കര രസകരമായിട്ടാണ്. ഇപ്പോൾ നമുക്ക് അറിയാം, ഈ മറ്റേ സിനിമ ചെയ്യാൻ ആഗ്രഹം അതിയായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഈ കഥാപാത്രത്തെ പറ്റി കേൾക്കുമ്പോൾ നമുക്ക് ഓർമ്മ വരിക രാക്ഷസൻ എന്ന് പറയുന്ന തമിഴ് സിനിമയാണ്. ഒരുപക്ഷെ സൗത്ത് ഇന്ത്യൻ സിനിമയുടെ തന്നെ ത്രില്ലർ സിനിമകളുടെ ദിശ മാറ്റിയ ഒരു സിനിമയാണ് രാക്ഷസൻ, വിഷ്ണു വിശാൽ അവതരിപ്പിച്ചത്. കേരളത്തിൽ ഭയങ്കര ഹിറ്റായിരുന്നു ആ സിനിമ. അപ്പോൾ ആ സിനിമയിലെ നായകനും ഈ പറയുന്ന പോലെ സിനിമ മോഹവും കൊണ്ട് നടക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു. അപ്പോൾ രാക്ഷസനുമായിട്ട് ഈ സിനിമയ്ക്ക് അങ്ങനെ മറ്റ് കമ്പാരിസൺ ഇല്ല, ഈ ഒരു കഥാപാത്രം അങ്ങനെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത് തന്നെ എനിക്ക് ഇപ്പോൾ ഇതിൻ്റെ സിനിമയുടെ പ്രമോഷൻ ജോലികളിൽ കുഞ്ചോ ബോബൻ പറയുന്നുണ്ട്, ഷാഹി കബീറിൻ്റെ മുൻ സിനിമകളിൽ നിന്നൊരു ഓണർ ഷിഫ്റ്റ് ഈ സിനിമയ്ക്ക് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അത് ഏതാണ്ട് വളരെ കറക്റ്റാണ്. ഓണർ ഷിഫ്റ്റ് ഉണ്ട്, അത് തീർച്ചയായിട്ടും നിങ്ങൾ തിയേറ്ററിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റും. പിന്നെ അങ്ങനെ ഭയങ്കര സസ്പെൻസ് അങ്ങനത്തെ എലമെൻറ്റ്സ് പൊതുവിൽ ഷാഹി കബീർ സിനിമകളിൽ കുറവാണ്. അപ്പോൾ നിങ്ങൾ ജോസഫ് എടുത്ത് നോക്കിയാലും ശരി, നായാട്ടായാലും ഇപ്പോൾ അവസാനം ഇറങ്ങിയ റോന്തായാലും അങ്ങനെ വളരെ അങ്ങനെ സസ്പെൻസ് അതിലല്ല പുള്ളിയുടെ ഒരു, എനിക്ക് തോന്നുന്നു പുള്ളിയുടെ ഒരു കോർട്ട് അതല്ല. പക്ഷെ നമുക്ക് ഈ ക്രൈം ഇൻവെസ്റ്റിഗേഷൻ സിനിമകൾ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും തിയേറ്ററിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരിക്കും. സോ എവരി വൺ പ്ലീസ് ടു വാച്ച് ഇൻ തിയേറ്റേഴ്സ്. അപ്പോൾ ഇനി ഓണക്കാലമാണ്, നമുക്ക് റിലീസുകളുടെ ചാകരയാണ്. കഴിഞ്ഞ വീക്കെൻഡിൽ ഞാൻ പറഞ്ഞിരുന്നു ഖലീഫ, ഐ ആം ഗെയിമിൻ്റെ ട്രെയിലർ ഇന്നലെ വന്നിട്ടുണ്ട്. അതുപോലെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് ഒരുപക്ഷെ മലയാള സിനിമയിൽ വലിയ ഒരു ക്ലാഷ് റിലീസിനാണ് ഈ ഓണം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് സിനിമകളുടെ വിശേഷമായിട്ട് വീണ്ടും വരാം. റിബിൻ സൈനിങ് ഓഫ്. താങ്ക് യു.